Good morning. Good morning. So, നമ്മൾ മോർണിംഗ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത് മോർണിംഗ് ക്ലാസ്സിൽ? Thread, right? So, what do you mean by thread? How to create a thread? What do you mean by thread? How to create thread? Okay, so lightweight process. Then, how to create the thread? So, രണ്ട് method ഉണ്ട്. The first one extending thread class. The second one implementing runnable interface. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡിങ് ത്രെഡ് ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്തത്. So first create a class that extends thread class. Then write the run method, that is the public void run. So inside the run method, write the code of your thread. Okay. So close this class. Then create a main method or create a new class, public class A. Then write the main method. Then create the objects of your thread. Here the multi is your thread. Then creating multi t1 equal to new multi. So I'm creating the objects of thread. Then I want to invoke the run method. So I'm writing the object, that means that t1 dot start. So the start method invoke ചെയ്യുമ്പോഴാണ് run method invoke ആവുന്നത്. Okay. So the next one, different methods in thread class.
So thread എന്ന് പറയുന്ന ജാവയിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തൊരു ക്ലാസ് ആണ്. അവിടെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. So the first one is the get name. So the get name, it is used for obtaining a thread's name. നമ്മൾ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ത്രെഡിന്റെ നെയിം കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗെറ്റ് നെയിം മെത്തേഡ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഗെറ്റ് പ്രയോറിറ്റി മെത്തേഡ്. obtain a thread's priority. നോർമലി ഒരു ഡിഫറെന്റ് ത്രെഡ്സ് ഉണ്ടാവും. ഓരോ ത്രെഡ്സിനും എന്താ പ്രയോറിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ ആ പെർട്ടിക്കുലർ ത്രെഡിന്റെ പ്രയോറിറ്റി ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് പ്രയോറിറ്റി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് LA. ഈസ് LA. It determine if a thread is still running. നിങ്ങൾക്കറിയാം ത്രെഡിന് ഡിഫറെന്റ് സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ പെർട്ടിക്കുലർ ത്രെഡ് സ്റ്റിൽ റണ്ണിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈസ് LA. Okay, the next method is join method. So wait for a thread to terminate. അതായത് ഒരു ത്രെഡ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ദിസ് ജോയിൻ മെത്തേഡ്. So the next one is the run method. So entry point for the thread. അല്ലെ, ഒരു ത്രെഡിലെ എല്ലാ ടാസ്ക് നമ്മൾ ഇവിടെ റൈറ്റ് ചെയ്യുന്ന ഇൻസൈഡ് ദ റൺ മെത്തേഡ്. ഓക്കെ, and the next one the sleep method. Sleep, suspend a thread for period of time. നമ്മൾ കറന്റ്ലി ഒരു ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യാണ്. ആ ത്രെഡിനൊരു സം ടൈം സസ്പെൻഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് ദിസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്ലീപ്പ് മെത്തേഡ്. നെക്സ്റ്റ് വൺ ഈസ് ദ സ്റ്റാർട്ട് മെത്തേഡ്. സ്റ്റാർട്ട് എ ത്രെഡ് ബൈ കോളിംഗ് ഇറ്റ്സ് റൺ മെത്തേഡ്. അല്ലെ, ഒരു ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് സ്റ്റാർട്ട് മെത്തേഡ്. So these are the important methods in thread class. That is the get name, get priority, is LA, join, run, sleep, on, start. And serious example. So here a thread is created. Its name is my thread that extends the thread class. This is a run method. So inside the run method, I'm writing system.out.println the current thread name and thread dot current thread dot get name. Thread dot current thread dot get name. Here thread means a thread class. Okay, Java already ulla class on thread. Thread dot current thread. That means if currently run in a thread. ഡോട്ട് ഗെറ്റ് നെയിം. ഇപ്പൊ കറന്റ്ലി എന്താണോ റൺ ചെയ്യുന്ന ത്രെഡ് അതിന്റെ നെയിം ഒപ്റ്റെയിൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ കോഡ് റൈറ്റ് ചെയ്തത്. ഓക്കെ, ത്രെഡ് ഡോട്ട് കറന്റ് ത്രെഡ് ഡോട്ട് ഗെറ്റ് നെയിം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് system.out.println റൺ മെത്തേഡ് കോഡ്. ഓക്കെ, സോ ദിസ് ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. ദെൻ അനദർ ക്ലാസ് റൈറ്റ് ചെയ്യുന്നു മെയിൻ മെത്തേഡ്. സോ ഈ ത്രെഡിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ടി ഡോട്ട് സ്റ്റാർട്ട്. Okay, so T dot start call ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ ത്രെഡ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. റൈറ്റ്, സോ എന്താ പ്രിന്റ് ചെയ്യും? കറന്റ് ത്രെഡ് നെയിം. കറന്റ് ത്രെഡ് നെയിം. ഇനി എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? കറന്റ്ലി ഏതാണോ ത്രെഡ് വർക്ക് ചെയ്യുന്നതിന്റെ നെയിം ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്താ ത്രെഡ് 0. അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് ഓരോ ത്രെഡിനും ഒരു നെയിം ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് ത്രെഡ് 0, ത്രെഡ് 1, ത്രെഡ് 2 അങ്ങനെയായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഒരു ത്രെഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഇതിന്റെ ഡീഫോൾട്ട് നെയിം ത്രെഡ് 0 ഇവിടെ പ്രിന്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്ത് പ്രിന്റ് ചെയ്യുന്നു? റൺ മെത്തേഡ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഓരോ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിനൊരു ഡീഫോൾട്ട് നെയിം അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ആ നെയിം കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഗെറ്റ് നെയിം. So the next one important method is start and run method. Okay, so we know that when we call the start method of our thread class instance, a new thread is created. ഒരു പുതിയൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ത്രെഡിന്റെ ഡീഫോൾട്ട് നെയിം എന്തായിരിക്കും? ത്രെഡ് 0. Then എന്ത് ചെയ്യും? റൺ മെത്തേഡ് കോൾ ആവും. അല്ലെ, ഒരു ത്രെഡിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, അതിന്റെ ഒരു ഡീഫോൾട്ട് നെയിം ത്രെഡ് 0. Then റൺ മെത്തേഡ് കോൾ ആവും.
റൈറ്റ്. നെക്സ്റ്റ് മെത്തേഡ് ആണ് റൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എൻ്റെ ത്രെഡിന്റെ കോഡ് നമ്മൾ എവിടെയാണ് റൈറ്റ് ചെയ്തത്? ഇൻസൈഡ് ദ ത്രെഡ്, സോറി റൺ മെത്തേഡ്. ഓക്കെ, നമ്മൾ ഡയറക്ട്ലി റൺ മെത്തേഡിനെ ഫോളോ ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ത്രെഡ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ത്രെഡിന്റെ റൺ മെത്തേഡ് ആയിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യും, സേ എ. ഓക്കെ, അതിന്റെ ഒരു ഒബ്ജക്റ്റ് എ ഈക്വൽ ടു ന്യൂ എ. സോ ഞാൻ എ ഡോട്ട് റണ്ണ് കോൾ ചെയ്താൽ ഒരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലാസ് എ that extends thread, then public void run some code. ഓക്കെ, ഞാൻ ഡയറക്റ്റ് എ ഡോട്ട് റൺ കോൾ ചെയ്താൽ ഒരു പുതിയൊരു ത്രെഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തില്ല. ഓൾറെഡി ഉള്ള ഒരു ത്രെഡിന്റെ റൺ മെത്തേഡ് ആയിരിക്കും ഇൻവോക്ക് ചെയ്യുക. സോ ന്യൂ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ കോൾ ചെയ്യണം? എ ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യണം. സോ എ ഡോട്ട് സ്റ്റാർട്ട് എന്ന് കോൾ ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ കറസ്പോണ്ടിങ് എന്താണ്? റൺ മെത്തേഡ് ഇൻവോക്ക്. നോർമലി എ ഡോട്ട് റണ്ണ് കോൾ ചെയ്യുമ്പോൾ ഇതൊരു നോർമലി ഒരു മെത്തേഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം ത്രെഡ് പ്രയോറിറ്റി. അപ്പോൾ ഡിഫറെന്റ് ത്രെഡ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ത്രെഡിനും നമുക്ക് എന്താ ഒരു പ്രയോറിറ്റി വേണം സെറ്റ് ചെയ്യും. സോ ഏത് ത്രെഡ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം, നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണം. സോ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെറ്റ് പ്രയോറിറ്റി. ഓക്കെ, സോ സിന്റാക്സ് ഈസ് ഒരു ത്രെഡ് നെയിം ഡോട്ട് സെറ്റ് പ്രയോറിറ്റി ഇന്റ് നമ്പർ. ആ പ്രയോറിറ്റി വാല്യൂ ഇവിടെ ഡിഫൈൻ ചെയ്യും. So the set priorities method is used to set the priority of thread. So ഈ ഒരു പെർട്ടിക്കുലർ പ്രയോറിറ്റിന്റെ കേസിൽ 3 കോൺസ്റ്റന്റ് ഉണ്ട്. ദാറ്റ് ഈസ് min priority, no priority and max priority. So min priority means ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നോ മീൻസ് നോർമൽ പ്രയോറിറ്റി വാല്യൂസ് 5 ആൻഡ് മാക്സിമം പ്രയോറിറ്റി വാല്യൂസ് 10. ഓരോ ത്രെഡിനും പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്പറിന് പകരം എന്തായി കോൺസ്റ്റന്റ് വാല്യൂ അസൈൻ ചെയ്യാം. The min priority value is 1 and the non-priority value is 5 and maximum priority the value is 10. So see this example. So here first thread, that is test multi-priority tree and extend thread. Then a run varna method under. So inside the run method, I am writing the system.out.println running thread name is or currently run cheyna thread in the name and print cheyna. Appo endu use cheyum thread dot current thread dot get 9. Okay, then I am printing this particular thread in the priority print cheyana. Okay, so thread dot, the syntax is thread dot current thread dot get priority. Okay, so അതുപോലെ തന്നെ വേറൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ടെസ്റ്റ് മൾട്ടി പ്രയോറിറ്റി 2 ദാറ്റ് എക്സ്റ്റെൻഡ്സ് ത്രെഡ്. സോ ഇവിടെ റൺ മെത്തേഡ് ഉണ്ട്. സോ ഇൻസൈഡ് ദിസ് റൺ മെത്തേഡ് ഈ ഒരു പെർട്ടിക്കുലർ ത്രെഡിന്റെ നെയിം പ്രിന്റ് ചെയ്യാണ്, ദെൻ പ്രയോറിറ്റി പ്രിന്റ് ചെയ്യണം. ഓക്കെ, ദെൻ അനദർ ക്ലാസ് ദെൻ മെയിൻ മെത്തേഡ് റൈറ്റ് ചെയ്യാണ്. സോ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ത്രെഡിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ത്രെഡിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. സോ ആ ഫസ്റ്റ് ത്രെഡിന് എന്താ പ്രയോറിറ്റി സെറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് m1 ഡോട്ട് സെറ്റ് പ്രയോറിറ്റി ഓഫ്. പ്രയോറിറ്റിന്റെ വാല്യൂ എന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വാല്യൂ അസൈൻ ചെയ്യാം. ഞാൻ ഇവിടെ എന്താ ചെയ്തത്? മിൻ പ്രയോറിറ്റി, ആ കോൺസ്റ്റന്റ് വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ത്രെഡ് ഡോട്ട് മിൻ പ്രയോറിറ്റി. ഇതൊക്കെ ത്രെഡ് ക്ലാസ്സിലെ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ അതുകൊണ്ടാണ് ത്രെഡ് ഡോട്ട് മിൻ പ്രയോറിറ്റി. അതുപോലെ
സെക്കൻഡ് ത്രെഡിന് പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. m2 ഡോട്ട് സെറ്റ് പ്രയോറിറ്റി ത്രെഡ് ഡോട്ട് മാക്സിമം പ്രയോറിറ്റി. ഓക്കെ, സോ ഇവിടെ മിൻ പ്രയോറിറ്റി മാക്സിമം പ്രയോറിറ്റി ആയിരിക്കും. സോ എന്തായിരിക്കും വാല്യൂ അസൈൻ, ഏത് പ്രയോറിറ്റി ആയിരിക്കും അസൈൻ ചെയ്തിട്ടുണ്ടാവുന്നത് എന്ന് പറഞ്ഞേ. ഫസ്റ്റ് ത്രെഡിന്റെ പ്രയോറിറ്റി വാല്യൂ, സെക്കൻഡ് ത്രെഡിന്റെ പ്രയോറിറ്റി വാല്യൂ എന്തായിരിക്കും? എന്തായിരിക്കും? മിൻ പ്രയോറിറ്റി ആണ് ഫസ്റ്റിന് അസൈൻ ചെയ്ത്, ഓക്കെ 1 ആയിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ പ്രയോറിറ്റി എന്തായിരിക്കും, വാല്യൂ എന്തായിരിക്കും? 10. ഓക്കെ, വെരി ഗുഡ് ആകാശ്. സോ പ്രയോറിറ്റി സെറ്റ് ചെയ്തു. ഇനി എന്താ സ്റ്റാർട്ട് ചെയ്യുക അല്ലെ? m1 ഡോട്ട് സ്റ്റാർട്ട്, m2 ഡോട്ട് സ്റ്റാർട്ട്. m1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എവിടെ എത്തും? ഇവിടെ എത്തും അല്ലെ? സോ ഫസ്റ്റ് ത്രെഡിന്റെ നെയിം പ്രിന്റ് ചെയ്യും, അതുപോലെ തന്നെ പ്രയോറിറ്റി പ്രിന്റ് ചെയ്യും. സോ എന്തായിരിക്കും ഔട്ട്? എന്തായിരിക്കും? ഫസ്റ്റ് ത്രെഡിന്റെ നെയിം ത്രെഡ് 0, അതുപോലെ സെക്കൻഡ് ത്രെഡിന്റെ നെയിം ത്രെഡ് 1, ദെൻ പ്രയോറിറ്റി പ്രിന്റ് ചെയ്യും. ഓക്കെ, റണ്ണിങ് ത്രെഡ് പ്രയോറിറ്റീസ് 1 പ്രിന്റ് ചെയ്യും, ആൻഡ് സെക്കൻഡ് ത്രെഡിന്റെ പ്രയോറിറ്റി 10 പ്രിന്റ് ചെയ്യും. ഇത് ഓക്കെ ആണോ? പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് മെത്തേഡ്സ് ഓർത്തിരിക്കാം. സെറ്റ് പ്രയോറിറ്റി ആണ് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. The next one, creating thread using runnable interface. ഇതുവരെ നമ്മൾ എങ്ങനെയായിരുന്നു ത്രെഡ് ക്രിയേറ്റ് ചെയ്തത്? by extending thread class. Next one, creating thread by implementing runnable interface. So the steps എങ്ങനെയാണ്? First എന്ത് ചെയ്യും? You have to declare a class that implementing the runnable interface. Okay, so this is the first step. Declare the class that implementing runnable interface. And the second step, implement a run method. So നമുക്കറിയാം ത്രെഡിന്റെ ഓരോ എല്ലാ ടാസ്കും എവിടെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? ഇൻസൈഡ് ദ റൺ മെത്തേഡ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. So here I am creating a class that is multi-thread class, multi-thread that implements runnable. It implements runnable. Then write run method, public void run. Okay, then write the system.out.println thread is running. So എന്തെങ്കിലും ടാസ്ക് ഇവിടെ റൈറ്റ് ചെയ്യും. സോ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. സോ ദ നെക്സ്റ്റ് എന്താ? പബ്ലിക് ക്ലാസ് A main method. Then first വേണ്ട എന്താ? is threadന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. That is the multi-3 m1 equal to new multi-3. Okay, then write thread t1 equal to new thread. അതായത് നിങ്ങൾ ത്രെഡ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ രണ്ട് മെത്തേഡിന് ഡിഫറൻസ് ഇത് എഴുതാം. Here the extend thread class, then public void run, then system.out.println
thread is running. Okay, then public class A, then main method public static void main. So ഇവിടെ എന്ത് ചെയ്യണം? m1 ഡോട്ട് സ്റ്റാർട്ട് കോളി അല്ലെ, m1 ഡോട്ട് സ്റ്റാർട്ട് കോളി. സോ ഇങ്ങനെയാണ് ത്രെഡ് ക്ലാസ് വെച്ചിട്ട് അല്ലെ, ത്രെഡ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കി എങ്ങനെയായിരുന്നു റണ്ണബിൾ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ ക്ലാസ് മൾട്ടി ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ, ഇവിടെ എന്താ എക്സ്റ്റെൻഡ് ത്രെഡ്. ഇനി റൺ മെത്തേഡ് സെയിം ആണ്, റൺ മെത്തേഡ് എഴുതുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ മെയിൻ മെത്തേഡ് അതും കറക്റ്റ് ആണ്, സെയിം ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ത്രെഡിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ എന്താ ഡയറക്റ്റ് m1 ഡോട്ട് സ്റ്റാർട്ട് ആ കോൾ ചെയ്യുന്നത്. ബട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്, ആക്ച്വലി സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഏത് ക്ലാസിന്റെ മെത്തേഡാണ്, ത്രെഡ് ക്ലാസിന്റെ മെത്തേഡാണ്. ഓക്കെ, ത്രെഡ് ക്ലാസിന്റെ മെത്തേഡാണ്, റൈറ്റ്. സോ എനിക്ക് ഡയറക്റ്റ് എന്താ m1 ഡോട്ട് സ്റ്റാർട്ട്, അതായത് ഇവിടെ m1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് കോൾ ചെയ്യാൻ പറ്റില്ല. Because here multi-3 implements runnable ആണ്, റൈറ്റ് അല്ലെ. റണ്ണബിൾ എന്ന് പറഞ്ഞ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ബട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്, ഇറ്റ് എക്സ്റ്റെൻഡ് ത്രെഡ് അല്ലെ, ത്രെഡ് ക്ലാസിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ത്രെഡ് ക്ലാസിന്റെ മെത്തേഡ് ആർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഈ multi-3 എന്ന് പറയുന്ന ക്ലാസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താ വേണ്ടത്, ഫസ്റ്റ് ത്രെഡിന്റെ ഒരു ഒബ്ജക്റ്റ്, ത്രെഡ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ത്രെഡ് t1 equal to new thread of. സോ ഇതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് എന്ത് പാസ് ചെയ്യാം, ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി എന്ത് കോൾ ചെയ്യണം, t1 ഡോട്ട് സ്റ്റാർട്ട് കോൾ ചെയ്താൽ ഈ പെർട്ടിക്കുലർ റൺ മെത്തേഡ് ഇൻവോക്ക് ചെയ്യും. ഓക്കെ, സോ ഇവിടെ എന്താ വേണ്ടത്, ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ, ദെൻ റൺ മെത്തേഡ് റൈറ്റ് ചെയ്യാം. Then inside the main method, first എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. Then after creating the object of thread class, then call thread class object dot start. ഓക്കെ ആണോ ഈ ഡിഫറൻസ്? രണ്ട് മെത്തേഡിലും എങ്ങനെ ത്രെഡിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാണോ? എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏത് വേല് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേയും യൂസ് ചെയ്യാം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടാവും ത്രെഡ് ക്രിയേറ്റ് യൂസിങ് ത്രെഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ത്രെഡ് ക്ലാസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ റണ്ണബിൾ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ റണ്ണബിൾ ഇന്റർഫേസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ ആണോ, എല്ലാവർക്കും ഓക്കെ ആണോ? രണ്ട് മെത്തേഡ്, രണ്ട് വേ ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്ന വേ ഓക്കെ ആണോ? Yes or no? സോ ഒരു ത്രെഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം?
first method എന്താ extend thread class. Okay, extend thread class. Okay, and the second method implement runnable interface. Okay, very good. So in the difference in the thread class വെച്ചിട്ടും runnable interface വെച്ചിട്ടും implement ചെയ്യുന്ന എന്താ difference എന്താണ്? ഒന്ന് കോഡ് പറഞ്ഞേ. So the next one, creating multiple thread. So already discuss ചെയ്തതാണ് എങ്ങനെയാണ് multiple thread create ചെയ്യാം. So here the thread created, that is thread A, that extends thread. Then run method and so inside the run method I'm writing the code of this thread, and the next I'm creating another thread, that is thread B, that extend the thread class, and I'm writing the run methods. So inside the run method I'm writing the code for this thread. Okay, so here I'm also creating a third thread, that is thread C, that extends thread. Then I'm writing the run methods. Also inside the run method, I'm writing the code for this thread C. So next I'm creating another class, then write the main method. Then I'm creating the objects of these three threads. Then invoke the run method of the all the thread using the start method. So this output in the output and down. So the next one, the main thread. So we know that every Java program has a main method, right? So നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷന്റെ എൻട്രി പോയിന്റ് ആണ് എന്ത് മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ മെയിൻ മെത്തേഡ് ഇസ് ദ എൻട്രി പോയിന്റ് ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. സോ നമ്മളൊരു JVM ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ത്രെഡ് അവിടെ ക്രിയേറ്റ് ചെയ്യും. It creates a thread to run it. So that thread is known as main thread. Okay, ഒരു default ആയിട്ട് ഒരു ത്രെഡ് അവിടെ ക്രിയേറ്റ് ചെയ്യും. That thread is known as main thread. ഒരു ഏതൊരു പ്രോഗ്രാം എടുത്താലും അതിൽ അറ്റ്ലീസ്റ്റ് എന്താ ഒരു വൺ ത്രെഡ് എങ്കിലും ഉണ്ടായിരിക്കും. നമ്മളൊരു ത്രെഡ് ക്രിയേറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഡിഫോൾട്ട് ആയിട്ട് എന്തായിരിക്കും ഒരു മെയിൻ ത്രെഡ്, ഒരു ത്രെഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ JVM provides a default thread in each program. Okay, so ഒരു പ്രോഗ്രാം വെച്ചാൽ ഒരു ത്രെഡ് ഇല്ലാതെ നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. സോ ഒരു മെയിൻ ത്രെഡ് എന്തായാലും ഒരു പ്രോഗ്രാമിന് വേണം. അപ്പോൾ JVM എന്താ ഡീഫോൾട്ട് ആയിട്ട് ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ത്രെഡ് ആണ് മെയിൻ ത്രെഡ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ഈ പ്രോഗ്രാം നോക്കുക. ജസ്റ്റ് ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു മെയിൻ മെത്തേഡ്. സോ ഞാനിവിടെ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സോ ഓൾറെഡി ഉള്ള ഒരു മെയിൻ ത്രെഡ്, നമ്മുടെ ത്രെഡ് ജാവയുടെ ത്രെഡ് എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ത്രെഡ് ഈക്വൽ ടു ത്രെഡ് ഡോട്ട് കറന്റ് ത്രെഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡീഫോൾട്ട് ആയിട്ട് ഒരു മെയിൻ ത്രെഡ് ഉണ്ടാവും. സോ ആ ഒരു പെർട്ടിക്കുലർ ത്രെഡ്, ഓക്കെ, ത്രെഡ് ഡോട്ട് കറന്റ് ത്രെഡ് എന്ന് പറയുന്നത് ആ ഡീഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ത്രെഡ്, ഇതിന്റെ ഒബ്ജക്റ്റ് എവിടെ സ്റ്റോർ ചെയ്തു? T എന്ന് പറയുന്ന റെഫറൻസ് വേരിയബിൾ സ്റ്റോർ ചെയ്തു. ഓക്കെ,
ഞാനിവിടെ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ഡീഫോൾട്ട് ആയിട്ട് ഒരു ത്രെഡ് ഉണ്ട്. അതിന്റെ ഒബ്ജക്റ്റ് ആണ് എവിടത്തേക്ക് പാസ് ചെയ്ത് ടി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്തത്. ഓക്കെ, സോ ഐ എം പ്രിന്റിംഗ് ദ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ കറന്റ് ത്രെഡ് ടി പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, സോ ടി പ്രിന്റ് ചെയ്യുമ്പോൾ ഔട്ട് എന്തായിരിക്കും? ഇതാണ് ഔട്ട്. അതായത് കറന്റ് ത്രെഡ് ടി പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ? ട്രീ എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് ആണ്. പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് പ്രിന്റ് ചെയ്യും? ത്രെഡ്, ആ ത്രെഡിന്റെ നെയിം, ദെൻ പ്രയോറിറ്റി ആൻഡ് ഏത് ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ഡീഫോൾട്ട് ആയിട്ടാണ് എന്താ? ഡീഫോൾട്ട് ത്രെഡ് ആണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത് അല്ലേ? സോ ഡീഫോൾട്ട് ത്രെഡ് എന്താ? മെയിൻ ത്രെഡ് ആണ്. സോ ദ നെയിം എന്താ? മെയിൻ. ഓക്കെ, the next I'm printing the system.out.println a particular default thread in the name. That means t.getName. t.getName. എന്താ നെയിം? എന്താ? മെയിൻ അല്ലേ? മെയിൻ ത്രെഡ് ആണ് ക്രിയേറ്റ് ആയത്. സോ മെയിൻ പ്രിന്റ് ചെയ്യും. സോ ദ നെക്സ്റ്റ്, ഇപ്പം ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് മെയിൻ ത്രെഡ് ആണ് ക്രിയേറ്റ് ആയത്. സോ ഐ വാണ്ട് ടു ചേഞ്ച് ദ നെയിം ഓഫ് ദിസ് ഡീഫോൾട്ട് ത്രെഡ്. ഡീഫോൾട്ട് ആയിട്ട് മെയിൻ ത്രെഡ് ആണ്. സോ അതിന്റെ നെയിം എനിക്ക് ചേഞ്ച് ചെയ്യണം. സോ ഐ ആം യൂസിങ് ദ മെത്തേഡ് ദ സെറ്റ് നെയിം. ദാറ്റ് ഈസ് t1 ഡോട്ട് സെറ്റ് നെയിം ഓഫ് ന്യൂ ത്രെഡ്. ഒരു പുതിയൊരു പേര് അസൈൻ ചെയ്യാണ്. ദാറ്റ് ഈസ് ന്യൂ ത്രെഡ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ കോൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ദെൻ ഞാൻ എന്ത് പ്രിന്റ് ചെയ്തു? കറന്റ് ത്രെഡ് ടി എന്ന് പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട് വരുന്നത്? ത്രെഡ്, പുതിയ നെയിം ഞാൻ അസൈൻ ചെയ്തു അല്ലെ, അതിന് ന്യൂ ത്രെഡ്, ദെൻ പ്രയോറിറ്റി ആൻഡ് ദെൻ ഏത് ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്നു. നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. എല്ലാ ജാവ പ്രോഗ്രാമിലും ഒരു ഡീഫോൾട്ട് ത്രെഡ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ത്രെഡ് ഇല്ലാതെ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ഒരു പുതിയ ത്രെഡ് ക്രിയേറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ ഒരു ഡീഫോൾട്ട് ആയിട്ട് എന്താ? ഒരു ത്രെഡ് ഉണ്ടാവും. ദാറ്റ് ഈസ് മെയിൻ ത്രെഡ്. ഇതുവരെ ഓക്കെ ആണോ? Okay, then write down the question. Write a Java program to create. Write a Java program to create 3 threads using thread class. പെട്ടെന്ന് റൈറ്റ് ചെയ്തോ. Have to create 3 thread using thread class. So എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? A class A that extends thread. Okay, then write public void run. So inside this നിങ്ങൾക്ക് ഏത് കോഡും റൈറ്റ് ചെയ്യാം. സോ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. The next class B extends thread public void run. Then class C extends
thread public void run so ഇനി എന്ത് ചെയ്യണം വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക that is public class C then write main method public static void main then എന്ത് ചെയ്യാം ഓരോ ത്രെഡിന്റെയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക then start മെത്തേഡ് കോൾ ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക പ്രോഗ്രാം ഇത് ഓക്കെ അല്ലേ okay so the next അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അറ്റൻഡൻസ് പ്ലീസ്